തബ്ലീഗ് സംഘം അതിങ്ങനെ നല്ല വിവാദത്തിലേക്ക് ക്ഷണിക്കുന്ന പാർട്ടിയാണല്ലോ എന്ന് പറഞ്ഞ തബ്ലീഗിൻ്റെതാ ഞാനിപ്പം വായിച്ചത്. അള്ളാന്റെ റസൂലിനെ ഓർക്കാൻ പാടില്ല. പിന്നെ ഏത് മണ്ണാങ്കട്ടയാ ഓർക്കാന്നാ ഞാൻ ചോദിക്കണില്ല, പണ്ടുള്ളവരൊക്കെ ചോദിക്കല്. ഞാനങ്ങനെ ചോദിക്കണില്ല, നമുക്ക് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ലഫ്ള് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ പണ്ട് പലരും അങ്ങനെ ചോദിക്കലുണ്ടല്ലോ, ചോദിക്കാൻ പറ്റിയതാണ്. റസൂലുള്ളാഹിനല്ലാതെ ഈ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോ പിന്നെ ആരാ ഓർക്കേണ്ടത്? ഓ മഹാനരായ നബിയെ, അവിടുത്തെ അല്ലാഹുവിന്റെ സലാം വർഷിക്കുമാറാവട്ടെ. മാ മിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വഖദ് റദ്ദല്ലാഹു അലയ്യ റൂഹി ഫഅറുദ്ദു അലൈഹി സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഞാൻ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് സലാം പറയുമ്പോൾ, അല്ലാത്തപ്പോഴും എനിക്ക് സലാം പറയുമ്പോൾ എന്റെ മേൽ പറയുന്ന എല്ലാ സ്വലാത്തുകളും, ഞാൻ എല്ലാ സലാമുകളും എന്നെ മഹബത്ത് വെച്ചുകൊണ്ട്, എന്റെ പ്രിയം വെച്ചുകൊണ്ട് പറയുന്ന മുഴുവൻ സലാമുകളും ഞാൻ മടക്കും. അല്ലാഹു തആല എനിക്ക് റൂഹിനെ മടക്കി തന്നിട്ടുണ്ട്. ഞാൻ ഖബറിന്റെ ഉള്ളിൽ ഹയാത്ത് ഉള്ള ആളാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഫഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഐ മെഹബൂബ് ആപ് ഫർമായിയേ, ഖുൽ, ഓ നബിയെ തങ്ങൾ പറയുക, ഇഅ്മലൂ, നിങ്ങൾ അമൽ ചെയ്യുക. ഫസയറല്ലാഹു അമലക്കും, ആപ്കാ അമൽ അല്ലാഹു തആല ദേഖ് റഹാ ഹൈ. നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനവും അല്ലാഹു തആല വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ ബി ദേഖ് റഹേ ഹൈ, റസൂലുള്ളാഹിയും അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അത് വീക്ഷിക്കുന്നു. അല്ലാഹു തആലയും അവന്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനം വീക്ഷിക്കുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഈ ജനലക്ഷങ്ങളോട് പറയുന്നു, ഉറച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഈ സാധു